മുഴുവൻ സ്തംഭിച്ചു. എവിടെ റേഷൻ വിതരണം സ്തംഭിച്ചത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷൻ്റെ 1 ഗ്രാം അരി ഒരു സ്ഥലത്തും കുറച്ച് കൊടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ചില സമയത്ത് 3 മാസം കൂടുതൽ അരി കൊടുക്കാൻ പറയും. ആ 3 മാസം അരി കൂടുതൽ കൊടുത്തു. അതിന് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശം വന്നാൽ കൂടുതൽ അരി കൊടുക്കും. പിന്നെ ഇനി നമ്മൾ ഈ ടൈഡ് ഓവറായി വരുന്ന അരിയുണ്ട്, അതായത് വിൽക്കപ്പെടാതെ പോകുന്ന അരി, അധികമായി കിട്ടുന്ന അരി, അത് നമ്മൾ ശേഖരിച്ച് വയ്ക്കും. എപ്പോഴാണ് ശേഖരിച്ച് വയ്ക്കണം? ഓണക്കാലത്ത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിച്ച് വയ്ക്കും. എന്നിട്ട് വ്യാപകമായി UDF സർക്കാർ വന്നു, റേഷൻ വിതരണം മുടങ്ങി. വ്യാജപ്രചരണമാണ്, കള്ളപ്രചരണങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നടക്കുന്നത്? വ്യാപകമായി ഒരു സംഘം, ഒരു കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം വ്യാപകമായി കള്ളപ്രചരണം നടത്തിയാണ് PRDയുടെ കൂടി സഹായത്തോടു കൂടി. ഇരുണ്ട കാലം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് PRDയുടെ സഹായത്തിലാണ് ചെയ്തത്. എനിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് PRDയിലെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടാണ്. സർക്കാർ ചെലവിലാണ് പ്രതിപക്ഷത്തിനെതിരായി അന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയത്. അതെല്ലാം ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പേയുള്ള വ്യാജമായ പ്രചരണങ്ങളുടെ 1/2 ഡസൻ വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. എങ്ങനെ? അല്ല, ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കിട്ടിയാൽ നടപടി ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80ഓളം ഗവൺമെൻറ് പ്ലീഡർമാരെ നമ്മൾ നിയമിച്ചു. അതിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ടായി. അത് ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഒരു വകുപ്പിൻ്റെയും സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. ഇന്നുവരെ ഒരാളുടെയും വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം എറണാകുളത്ത് ചെന്നതിന് ശേഷം ലോ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി AGയുമായും DGPയുമായും ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് മന്ത്രിമാരുടെയും കൂടി സെക്രട്ടറിമാരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഓരോ വകുപ്പിനും വകുപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെൻറ് പ്ലീഡറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പം തന്നെ കറക്റ്റ് ചെയ്ത്. അതിൻ്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല. ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തു. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഒരു 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാൽ കിട്ടില്ല. അപ്പോൾ അത് വന്നപ്പോൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം. ഇതിപ്പോൾ പിന്നെ ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മന്ത്രിസഭയിൽ ടേബിൾ ചെയ്ത് അവർക്കെല്ലാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ടാണ്. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഞാനല്ലല്ല, പലരും പല പ്രപ്പോസലും തന്നിട്ടാണ്. ആ പ്രപ്പോസലുകളാണ് പല രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസാണ് പരിഗണിച്ച് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്തൊരു ഫൈനൽ ഇതാക്കി ടേബിൾ ചെയ്യുന്നത്. ഇത് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയാണ് വയ്ക്കുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. അല്ല, ആണല്ലോ, പശ്ചാത്തലം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പേരുകൾ പോയത്. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തു, നേരെ ഇതാണെന്നൊന്നും അറിയാനുള്ള സംവിധാനമില്ല. പക്ഷേ നമ്മൾ വിജിലൻസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വേറെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പിനും ഒരു വക്കീലിനും വെച്ച വക്കീൽ ഇതുവരെ ഒരു വകുപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹം ദേവസ്വത്തിൻ്റെ ഒരു കേസിൽ ഹാജരായിട്ടില്ല.
ഒരു കേസിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിനെ ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുമില്ല. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു, അല്ലാതെ ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ നിയമിച്ചിട്ടില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരാളെ നിയമിച്ചിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിന് വേണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതിന് പർട്ടിക്കുലർ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അത് മന്ത്രിമാരുടെ അടുത്തും സെക്രട്ടറിമാരുടെ അടുത്തും ഒക്കെ അഭിപ്രായം തേടി അവരുടെ ഈ വിഷയത്തിൽ അവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.